ഹായ്, കമ്പ്യൂട്ടർ സയൻസ് ഫോർ ഓൾ എന്ന യൂട്യൂബ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഈ ചാനലിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെ നമ്മൾക്ക് ലൈവായിട്ട് ലെക്ചർ ക്ലാസ് യൂട്യൂബ് ചാനൽ വഴി നടത്താൻ സാധിക്കും. അത് നമ്മൾ സാധാരണ കൺവെൻഷണൽ ക്ലാസ്സിൽ ഉപയോഗിക്കുന്ന എല്ലാ സാമഗ്രികൾക്കും തതുല്യമായ ഡിജിറ്റൽ സോഫ്റ്റ്വെയർസ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ലൈവായിട്ട് ലെക്ചേഴ്സ് നടത്താൻ പറ്റും യൂട്യൂബ് ചാനലിൽ കൂടെ എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ദയവായി ഈ ചാനൽ കമ്പ്യൂട്ടർ സയൻസ് ഫോർ ഓൾ എന്ന യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ ബെൽ ബട്ടൺ തുടർന്നുള്ള എൻ്റെ വീഡിയോസ് കാണാനായിട്ട് നിങ്ങൾ അതിൻ്റെ ബെൽ ബട്ടണിൽ പ്രസ് ചെയ്യുക. ഇനി നമുക്ക് ലൈവ് ലെക്ചർ ചെയ്യാനായിട്ട് ഏതൊക്കെ സോഫ്റ്റ്വെയറും ഹാർഡ്വെയർ കമ്പോണൻസും വേണ്ടി വരുമെന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിനായിട്ട് വേണ്ടി വരുന്നത് OBS സ്റ്റുഡിയോ ഞാൻ കഴിഞ്ഞ ലെക്ചറിൽ OBS സ്റ്റുഡിയോ എങ്ങനെ റെക്കോർഡ് ചെയ്യാമെന്ന് പറഞ്ഞു. OBS സ്റ്റുഡിയോ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഓപ്പൺ ബോർഡിനെ കുറിച്ച് ഞങ്ങളുടെ കഴിഞ്ഞ ലെക്ചറിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊരു ഇൻട്രാക്റ്റീവ് വൈറ്റ് ബോർഡിന് വേണ്ടി പകരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഓപ്പൺ സോഴ്സ് ടൂളാണ് ഉപയോഗിക്കുന്നത്. ഇനി അതുകൂടാതെ ഓപ്പൺ ഓഫീസ് എന്ന് പറഞ്ഞ ടൂള് നമുക്ക് പവർ പോയിന്റ് പ്രസന്റേഷന് തതുല്യമായ പ്രസന്റേഷൻ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം. ഈ പ്രസന്റേഷൻ നമുക്ക് ലൈവായിട്ട് സെൻഡ് ചെയ്യുകയും ചെയ്യാം. ലൈവായിട്ട് സ്ട്രീം ചെയ്ത് യൂട്യൂബ് ചാനലിലൂടെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ സാധിക്കും. കൂടാതെ ഒരു വെബ് ബ്രൗസർ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ഗൂഗിൾ ക്രോം ആണ്. ഞാൻ ഇതിനകത്ത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. ഈ ഗൂഗിൾ ക്രോം ഉപയോഗിച്ച് നമ്മൾ ചില ഇന്റർനെറ്റുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നെറ്റിൽ കൂടെ സെർച്ച് ചെയ്തിട്ട് ചില കാര്യങ്ങൾ ലൈവ് ലെക്ചേഴ്സിൽ കൂടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു വെബ് ബ്രൗസർ ഉപയോഗിക്കാം. വെബ് ബ്രൗസർ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ലൈവായിട്ട് വെബ് ബ്രൗസറിൽ കാണുന്ന ഇൻഫർമേഷൻ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ലൈവായിട്ട് ലെക്ചർ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതും കുറച്ചും കൂടെ നമ്മൾ പറയുന്നുണ്ട്. അതുകൂടാതെ യൂട്യൂബ് ചാനൽ അതൊരു സെപ്പറേറ്റ് ഇതാണ്. യൂട്യൂബ് ചാനൽ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യണം. അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യണം, എങ്ങനെ അതിനകത്ത് ചാനൽ സെറ്റിങ്സ് സ്ട്രീമിങ്ങിന് വേണ്ടി എങ്ങനെ ലൈവ് ലെക്ചേഴ്സിന് വേണ്ടി എങ്ങനെ ചാനലിനെ സെറ്റ് ചെയ്യും എന്നുള്ള കാര്യവും ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് ലൈവ് ലെക്ചറിന് വേണ്ടിയുള്ള ഏതൊരു സോഫ്റ്റ്വെയറും നമുക്ക് ഉപയോഗിക്കാം. പിന്നെ നമ്മൾ പറയുന്ന ലൈവ് സ്ട്രീം ക്യാപ്ചർ ചെയ്യാൻ ഉപയോഗിക്കാൻ ഒരു നമ്മൾ പറയുന്ന കാര്യം സ്ട്രീം ചെയ്യാനായിട്ട് ഒരു ലാപ്ടോപ്പ്. ആ ലാപ്ടോപ്പിനകത്ത് ഇത്രയും ആപ്ലിക്കേഷൻസ് ഏതൊക്കെയാണ്? OBS സ്റ്റുഡിയോ, ഓപ്പൺ ബോർഡ്, ഓപ്പൺ ഓഫീസ്, വെബ് ബ്രൗസർ, യൂട്യൂബ് ചാനൽ. വെബ് ബ്രൗസറിനകത്ത് യൂട്യൂബ് ചാനൽ. പിന്നെ ഏത് സോഫ്റ്റ്വെയർ വേറെ ഏതെങ്കിലും സോഫ്റ്റ്വെയർ നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. ഉദാഹരണത്തിന് നമ്മളൊരു C കമ്പൈലർ ഉപയോഗിക്കുന്നെങ്കിൽ ആ C കമ്പൈലറിന്റെ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് എൻവയറമെന്റ് അത് നമുക്ക് ഓപ്പൺ ചെയ്ത് വെക്കാം. ഇതെല്ലാം ഏതൊക്കെ ആപ്ലിക്കേഷൻസ് നമുക്ക് ലെക്ചർ ചെയ്യാൻ ഉപയോഗിക്കുന്നു അതെല്ലാം ആദ്യമേ ഓപ്പൺ ചെയ്ത് വെക്കണം. വിൻഡോ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് വേണം നമുക്ക് അതെല്ലാം കൂടെ സൈമിൾട്ടേനിയസ് ആയിട്ട് നമുക്ക് മാറ്റി ഉപയോഗിക്കാൻ സാധിക്കും. അതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ്, സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും ആണ് നമുക്ക് വേണ്ടത് ഈ ഒരു ലൈവ് ലെക്ചേഴ്സ് നടത്താൻ വേണ്ടിയിട്ട്. ഒരു ലൈവ് ലെക്ചേഴ്സ് നടത്താനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നതിനെ കുറിച്ചാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ആദ്യമായി പരമപ്രധാനമായി നമ്മൾ ചെയ്യേണ്ടത് OBS സ്റ്റുഡിയോനെ ലെക്ചർ ക്യാപ്ചറിന് വേണ്ടിയുള്ള കാര്യത്തിന് വേണ്ടി സെറ്റ് ചെയ്യുക. കോൺഫിഗറിംഗ് OBS സ്റ്റുഡിയോ ഫോർ ലെക്ചർ ക്യാപ്ചറിന് വേണ്ടി OBS സ്റ്റുഡിയോ പര്യാപ്തമാക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ട അടുത്ത സ്റ്റെപ്പാണ് യൂട്യൂബ് ചാനലിനെ കോൺഫിഗർ ചെയ്യുക. യൂട്യൂബ് ചാനലിനെ കോൺഫിഗർ എന്ന പ്രക്രിയയിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. യൂട്യൂബ് ചാനലിനെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ക്രിയേറ്റ് ചെയ്തിട്ട് വേറെ കുറേ സെറ്റിങ്സുകൾ നമുക്ക് ചെയ്യാനുണ്ട്. അതുകൂടാതെ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ പ്രൈമറി ആയിട്ടുള്ള സെറ്റിങ്സുകളെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ OBS സ്റ്റുഡിയോയെ പിന്നെ സ്ട്രീമിങ്ങിന് വേണ്ടി പര്യാപ്തമാക്കുക. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഒരു ലൈവ് ലെക്ചേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. ലൈവ് ലെക്ചേഴ്സിന് വേണ്ടി ഉള്ള സെറ്റപ്പ് റെഡിയാക്കാനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. നമ്മൾ ലെക്ചർ ക്യാപ്ചറിന് വേണ്ടി OBS സ്റ്റുഡിയോയെ എങ്ങനെ കോൺഫിഗർ ചെയ്യാമെന്നതിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ലെക്ചർ ക്യാപ്ചറിങ്ങിന് വേണ്ടി നമ്മൾ 3 സിനാരിയോ ആണ് ഉപയോഗിക്കുന്നത്. ഒരു സിനാരിയോ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബ്രൗസർ ഉപയോഗിക്കുന്നു. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഇന്റർനെറ്റിൽ കൂടെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ സെർച്ച് ചെയ്ത് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യങ്ങൾ ലൈവായിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ബ്രൗസർ വേണം. അപ്പോൾ ബ്രൗസറെ കോൺഫിഗർ ചെയ്യാനുള്ള ഒരു സിനാരിയോ നമ്മൾ എടുക്കുന്നു. കൂടാതെ
പിന്നെ വേണ്ട രണ്ടാമത്തെ സിനാരിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു സാധാരണ ലെക്ചർ ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടി വരുന്ന ബോർഡിൽ എന്തെങ്കിലും എഴുതാൻ വേണ്ടി വരും. എന്തെങ്കിലും കാര്യങ്ങൾ എഴുതാനോ, എന്തെങ്കിലും ഡെറിവേഷൻ എഴുതാനോ, എന്തെങ്കിലും കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് കാണിക്കാനോ ഒക്കെ വേണ്ടി വരും. അപ്പം അങ്ങനെയുള്ള സാധനത്തിൽ അതിനു വേണ്ടി ഒരു പ്രത്യേക ഒരു സിനാരിയോ ക്രിയേറ്റ് ചെയ്യണം. അതിനെയാണ് ഇന്ററാക്റ്റീവ് ബോർഡ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി ഒരു സീൻ ഉപയോഗിക്കുന്നത്. അപ്പം അങ്ങനെ രണ്ടാമത്തെ സിനാരിയോ എന്ന് പറയുന്നത് ഒരു ഇന്ററാക്റ്റീവ് ബോർഡ് എന്ന് പറഞ്ഞൊരു സിനാരിയോ കൂടെ ഉണ്ടാക്കേണ്ടി വരും. പിന്നെ അടുത്തതായിട്ട് വേണ്ടി വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പ്രസന്റേഷൻ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ആ പ്രസന്റേഷൻ വേണ്ടിയുള്ള ഒരു സിനാരിയോ സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഒരു ലെക്ചർ ക്ലാസ് എടുക്കണമെങ്കിൽ ഈ 3 സംഭവങ്ങൾ വേണ്ടിവരും. ഒരു ബ്രൗസർ സിനാരിയോ വേണ്ടിവരും, ഒരു ഇന്ററാക്റ്റീവ് ബോർഡ് വേണ്ടിവരും, പിന്നെ ഒരു പ്രസന്റേഷൻ വേണ്ടിവരും. ഇത് മാറി മാറ്റി നമുക്ക് ഉപയോഗിച്ച് ലൈവ് ലെക്ചർ നടത്താൻ സാധിക്കും. ഇതെങ്ങനെയാണ് OBS സ്റ്റുഡിയോ വെച്ച് സെറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മൾ ഈ OBS സ്റ്റുഡിയോയുടെ സ്ക്രീനാണ് കാണുന്നത്. ഇതിനകത്ത് നമ്മൾ ബ്രൗസർ ക്യാപ്ചറിങ് സിനാരിയോ ആണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ ആദ്യമേ ഇതിൻ്റെ സോഴ്സസിൽ വരുന്നു, ഇതിനകത്ത് പ്ലസ് ആഡ് ചെയ്യുന്നു. പ്ലസ് ആഡ് ചെയ്തിട്ട് വിൻഡോ ക്യാപ്ചർ കൊടുക്കുന്നു. ആ വിൻഡോയ്ക്ക് ഒരു പേര് കൊടുക്കുന്നു. പേര് ബ്രൗസർ ക്യാപ്ചർ എന്നാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് കൊടുത്തു കഴിയുമ്പോൾ ഈ കൺട്രോൾ വരും. ഈ ബ്രൗസർ ക്യാപ്ചർ ഏറ്റവും മേളിലാണ് നിൽക്കുന്നത്. ഇതൊരു ലെയർ വൈസ്ഡ് ആണ് കിടക്കുന്നത്. അപ്പം ബ്രൗസർ ക്യാപ്ചറിനെ ഡ്രാഗ് ചെയ്ത് താഴെ കൊണ്ടുവരണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് ഏറ്റവും ടോപ്പ് ലെയറിൽ വെബ് ക്യാമാണ്, അതിന് താഴെ ഡിസ്പ്ലേ ക്യാപ്ചറാണ്, മൊത്തം സ്ക്രീൻ ക്യാപ്ചർ ചെയ്ത് അതിൻ്റെ താഴോട്ടാണ് ബ്രൗസർ ക്യാപ്ചർ വെച്ചിരിക്കുന്നത്. ഇനി ഇതിനകത്ത് ഈ ബ്രൗസർ ക്യാപ്ചറിൻ്റെ പ്രോപ്പർട്ടീസ് വിൻഡോസിനകത്ത് വിൻഡോയുടെ നേരെ ഗൂഗിൾ ക്രോം ബ്രൗസർ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഗൂഗിൾ ക്രോം ബ്രൗസർ ക്യാപ്ചർ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതാണ് ബ്രൗസർ ക്യാപ്ചറിന് വേണ്ടി നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഉദാഹരണത്തിന് നമുക്ക് പെട്ടെന്നൊരു ഇന്റർനെറ്റ് ബ്രൗസർ ഉപയോഗിച്ച് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇതിനകത്ത് 3 കൺട്രോൾസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെബ് ക്യാം ഏറ്റവും ടോപ്പിൽ, അത് കഴിഞ്ഞ് ഡിസ്പ്ലേ ക്യാപ്ചർ, അത് കഴിഞ്ഞ് ബ്രൗസർ ക്യാപ്ചർ. ഈ ഡിസ്പ്ലേ ക്യാപ്ചറിന്റെ ഈ പെർട്ടിക്കുലർ കൺട്രോളിനെ ഹൈഡ് ചെയ്താൽ മതി. ഈ ചെറിയ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹൈഡ് ആണ്. അപ്പോൾ നമുക്ക് ഇത് കിട്ടി. ഇപ്പോൾ ബ്രൗസർ വിൻഡോ കിട്ടി. ഇപ്പോൾ ബ്രൗസർ വിൻഡോ വെച്ച് നമുക്ക് ബ്രൗസർ ബേസ്ഡ് സിനാരിയോ ഉണ്ടാക്കാൻ സാധിക്കും. ഇനി നമ്മൾ എങ്ങനെ ഒരു ഇന്ററാക്റ്റീവ് വൈറ്റ് ബോർഡ് സിനാരിയോ ഉണ്ടാക്കും എന്നുള്ളതിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ഇന്ററാക്റ്റീവ് വൈറ്റ് ബോർഡിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഓപ്പൺ ബോർഡ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ആണ്. അത് എവിടെ കിട്ടുമെന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഓൾറെഡി ആ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. ആ ഇൻസ്റ്റാൾ ചെയ്ത സോഫ്റ്റ്വെയറിൻ്റെ വിൻഡോ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് വേണം നമ്മളിത് ചെയ്യാൻ. ഇനി ഇതിനകത്ത് ചെയ്യുന്ന സെറ്റിങ്സ് എന്ന് പറഞ്ഞാൽ പ്ലസ് ഞെക്കുന്നു, പിന്നെ ഒരു വിൻഡോ ക്യാപ്ചർ എടുക്കുന്നു. വിൻഡോ ക്യാപ്ചറിനകത്ത് ഞാൻ ബോർഡ് ക്യാപ്ചർ എന്നും പറഞ്ഞൊരു പേര് കൊടുക്കുന്നു. ബോർഡ് ക്യാപ്ചർ എന്ന് പറഞ്ഞ പേര് കൊടുത്തതിന് ശേഷം ആ വിൻഡോ നമ്മൾ ഇതിലോട്ട് ഡ്രാഗ് ചെയ്യുന്നു. ഏറ്റവും താഴോട്ട് ബ്രൗസർ ക്യാപ്ചറിൻ്റെ താഴോട്ട് ഡ്രാഗ് ചെയ്ത് വെക്കുന്നു. അതിനകത്ത് ഓപ്പൺ ബോർഡ് .exe എന്ന് പറഞ്ഞ അതിൻ്റെ പ്രോപ്പർട്ടി വിൻഡോയിൽ തെളിഞ്ഞു വരുന്നിട്ടുണ്ട്. ഓപ്പൺ ബോർഡ് .exe ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ ഓപ്പൺ ബോർഡ് ഉപയോഗിച്ചു. അപ്പോൾ ഓപ്പൺ ബോർഡ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു ഇന്ററാക്റ്റീവ് ബോർഡ് ഉപയോഗിച്ചു. ഇനി നമുക്ക് ബ്രൗസർ ഇപ്പോൾ നമുക്ക് ഏതൊക്കെ കൺട്രോൾസ് ഉണ്ട്? വെബ് ക്യാം ഉണ്ട്, ഡിസ്പ്ലേ ക്യാപ്ചർ ഉണ്ട്, ബ്രൗസർ ക്യാപ്ചർ ഉണ്ട്, ബോർഡ് ക്യാപ്ചർ ഉണ്ട്. നമുക്ക് ബോർഡിൽ എന്തെങ്കിലും വരയ്ക്കേണ്ട ഒരു സിനാരിയോ വേണമെങ്കിൽ നമ്മൾ ഈ ഡിസ്പ്ലേ ക്യാപ്ചറിൻ്റെ കൺട്രോൾസും ബ്രൗസർ ക്യാപ്ചറിൻ്റെ കൺട്രോൾസും ഹൈഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള 2 കൺട്രോൾസ് തന്നെ ഒരു വെബ് ക്യാമും ബോർഡ് ക്യാപ്ചറുമാണ്. ഇനി നേരെ നമ്മളുടെ ഈ ക്യാപ്ചർ വിൻഡോയിൽ ചെന്നിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ടൈപ്പ് ചെയ്യാം. ടൈപ്പ് ചെയ്യുന്ന സംഭവങ്ങൾ അതുപോലെ നമുക്ക് സ്ക്രീനിൽ തെളിഞ്ഞു കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് അതിൻ്റെ സിനാരിയോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരു ബോർഡ് ക്യാപ്ചർ നേരിട്ട് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് എങ്ങനെ ഒരു പ്രസൻറ്റേഷൻ ക്യാപ്ചർ ചെയ്യാം എന്നതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. നമ്മൾ ഇതിൻ്റെ ഇൻപുട്ട് സോഴ്സസിൽ വരിക, പ്ലസ് ക്ലിക്ക് ചെയ്യുക, വിൻഡോ ക്യാപ്ചർ സെലക്ട് ചെയ്യുക, അതിനൊരു പേര് കൊടുക്കുക, പ്രസൻറ്റേഷൻ ക്യാപ്ചർ എന്ന് ഒരു പേര് കൊടുക്കുക. പ്രസൻറ്റേഷൻ ക്യാപ്ചർ കൊടുത്തതിന് ശേഷം നമ്മൾ ഈ പ്രസൻറ്റേഷൻ ക്യാപ്ചറിനെ ഡ്രാഗ് ചെയ്ത് താഴെ കൊണ്ടുവന്നിട്ട് നമ്മൾ അതിനകത്ത് സെലക്ട് ചെയ്യുക. അതിൻ്റെ പ്രോപ്പർട്ടീസിൽ ഈ പവർ പോയിന്റ് പ്രസൻറ്റേഷൻ സെലക്ട് ചെയ്തു, ഓക്കെ കൊടുത്തു. അപ്പോൾ നമുക്ക് ഒരു പ്രസൻറ്റേഷൻ ക്യാപ്ചറും പറ്റി. ഇനി നമുക്ക് പെട്ടെന്ന് ഫോർ എക്സാമ്പിൾ നമുക്ക് പ്രസൻറ്റേഷൻ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ, പ്രസൻറ്റേഷൻ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്പ്ലേ ക്യാപ്ചറിൽ വന്ന്
ഇതിൻ്റെ സൈഡിൽ കാണുന്ന ആ സോഴ്സസിൽ ഹൈഡ് ബട്ടൺ ഞെക്കിക്കഴിഞ്ഞാൽ ഡിസ്പ്ലേ ക്യാപ്ചർ പോവും. ഇപ്പോൾ നമ്മൾ ലൈവായിട്ടിരിക്കുന്ന കൺട്രോൾസ് ഒരു വെബ് ക്യാമും ഒരു പ്രസൻറ്റേഷനും മാത്രമാണ്. അപ്പോൾ നമുക്ക് ഇത് പ്രസൻറ്റേഷൻ മാത്രമായിട്ട് നമുക്ക് ചെയ്യാം. ഇനി പ്രസൻറ്റേഷൻ വിൻഡോയിൽ പോയി എന്തൊക്കെയാണ് പ്രസൻറ്റ് ചെയ്യേണ്ടത് ആ കാര്യം നമുക്ക് ഡയറക്റ്റായിട്ട് പറയാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് പ്രസൻറ്റേഷൻ ക്യാപ്ചറും ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ലൈവ് ലെക്ചർ ഡെലിവറി ചെയ്യാൻ യൂട്യൂബ് ചാനൽ വഴി ഡെലിവറി ചെയ്യേണ്ട 3 സ്റ്റെപ്പിൽ ആദ്യത്തെ സ്റ്റെപ്പ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് OBS സ്റ്റുഡിയോനെ എങ്ങനെ ലെക്ചർ ക്യാപ്ചറിന് വേണ്ടി സ്ട്രീം ചെയ്യാൻ വേണ്ടി ലൈവായിട്ട് സ്ട്രീം ചെയ്യാൻ വേണ്ടി കോൺഫിഗർ ചെയ്യാനാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ 3 സിനാരിയോ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്ന് നമ്മളൊരു ബ്രൗസർ ഉപയോഗിച്ച് എങ്ങനെ ബ്രൗസറും, പിന്നെ രണ്ടാമതൊരു ഒരു ഇൻട്രാക്റ്റീവ് ബോർഡും, മൂന്നാമതൊരു പ്രസൻറ്റേഷനും. ഇത് 3 നമ്മൾ ഷെയർ ചെയ്ത് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് യൂട്യൂബ് ചാനലിലോട്ട് സ്ട്രീം ചെയ്യാനായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അതെങ്ങനെ കോൺഫിഗർ ചെയ്യണം എന്നതിനെ കുറിച്ചാണ് ഇനി നമ്മൾ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ യൂട്യൂബിൽ നിന്ന് യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്ത് അതിനകത്തൊരു സ്ട്രീം കീ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ആ സ്ട്രീം കീയും നമ്മുടെ OBS സ്റ്റുഡിയോ ആയിട്ട് കണക്ട് ചെയ്യണം. അതെങ്ങനെയാണെന്നുള്ളതും അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ എല്ലാവരും ചെയ്തു നോക്കുക. OBS സ്റ്റുഡിയോ ഇതെല്ലാം ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുള്ള എല്ലാ സ്റ്റെപ്പുകളും ചെയ്ത് നോക്കുക. അതിനുശേഷം നമുക്ക് അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽഡായിട്ട് യൂട്യൂബ് ചാനൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു, എങ്ങനെ അതും OBS സ്റ്റുഡിയോ ആയിട്ട് കണക്ട് ചെയ്ത് എങ്ങനെ സ്ട്രീം ചെയ്യാം, എങ്ങനെ ലൈവ് ലെക്ചർ ഡെലിവർ ചെയ്യാം എന്നുള്ള കാര്യം ലൈവായിട്ട് ഡെമോ ചെയ്ത് കാണിക്കുന്നതായിരിക്കും.